ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മൂലം നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് മെയ് ജൂൺ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. പൊതുവെ ഈ നാളുകാർക്ക് ഈ 2 മാസങ്ങളിൽ നിങ്ങൾ എടുത്തു പറയേണ്ടത് ക്ഷിപ്രകോപം കൂടുതലായിട്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാനും അതുകൊണ്ട് മറ്റുള്ളവരുടെ ശത്രു സമ്പാദിക്കാനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുള്ള യോഗങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ വേണം. അനാവശ്യമായിട്ട് അപവാദങ്ങളിലോ വാക്ക് തർക്കങ്ങളിലോ ചെന്ന് ചാടരുത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള യോഗവും കാണുന്നുണ്ട്. വിദേശ ജോലിക്കുള്ള യോഗവും ഈ സമയത്ത് കാണുന്നു. പുതിയ ബന്ധങ്ങൾ കരുതലോടുകൂടിയാണ് വേണ്ടത്. അത് പല രീതിയിലും നിങ്ങൾ കരുതലോടുകൂടി ബന്ധങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടിയെടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിത ധനയോഗവും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ കാണുന്നു. കലാരംഗത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേട്ടമായിരിക്കും കാണുന്നത്. യാത്രാവേളകളൊക്കെ ധനനഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വജനങ്ങളുമായിട്ട് പിണങ്ങിക്കഴിയേണ്ട സാഹചര്യവും ഈ സമയത്ത് കാണുന്നു. എതിർപ്പുകളെ നിഷ്പ്രയാസം നിങ്ങൾക്ക് പരാജയപ്പെടുത്താനുള്ള ആത്മബലമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് അതിജീവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വാഹനങ്ങൾ മൂലം നഷ്ടം സംഭവിക്കാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ അലസ മനോഭാവം കൂടുതലായിട്ടുണ്ടാകുന്നതാണ്. ഒരു പഠിക്കാനായിട്ട് പഠനമായിട്ടുള്ള വിഷയത്തിലൊക്കെ ഒരു നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാകുന്ന സമയമാണ്. കുടുംബ സ്വത്തുക്കളെ കുറിച്ച് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാഹചര്യവും ഈ സമയത്ത് കാണുന്നു. ദമ്പതി ഭാവത്തിൽ ഭാര്യയുമായിട്ട് പൂർവാധികം സ്നേഹത്തിൽ കഴിയുന്ന സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷത്തിൽ കഴിഞ്ഞു പോകും. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായി തീരാനുള്ള സാഹചര്യമൊക്കെ കാണുന്നത്. എന്നാൽ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അകാരണമായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, അതൊരു ഭീതി നിങ്ങളുടെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഈ മെയ് ജൂൺ മാസം. മനസാക്ഷിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന സമയം കൂടിയാണ്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഏത് മാർഗവും നിങ്ങൾ സ്വീകരിക്കും. അതുപോലെ തന്നെ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം ഗുണദോഷ സമ്മിശ്രമാണ്. പൊതുവെ ധനപരമായിട്ടൊക്കെ ഗുണമൊക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ ചില ദോഷഫലങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ മുൻപിൻ നോക്കാതെയുള്ള സംഭാഷണ രീതിയൊക്കെ ഒന്ന് ഒഴിവാക്കുക ഒക്കെ ചെയ്താൽ കാലം ഗുണകരമായിട്ട് പോകുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പുണ്യസ്ഥലങ്ങൾ ദർശിക്കേണ്ടതാണ്. ദേവീപ്രീതി നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ ദേവീക്ഷേത്രം ദർശിച്ചിട്ട് വെളുത്ത പായസം നിവേദിക്കുക, വെളുത്ത പുഷ്പങ്ങൾ കൊടുക്കുക, പട്ടും തലയും കൊടുക്കുക, ദേവീ പാരായണം നടത്തുക ഒക്കെ ചെയ്താൽ അമ്മ അനുഗ്രഹിക്കുന്നതാണ്. പറ്റിയാൽ നിർമാല്യത്തിന് കരിക്കിൻ വെള്ളം കൊണ്ട് ഇളനീർ കൊണ്ട് അഭിഷേകം നടത്തുന്നതും ഗുണകരമാണ്. അപ്പോൾ മൂലനക്ഷത്രക്കാരുടെ ദോഷഫലങ്ങൾക്കൊക്കെ ഒരു കാഠിന്യം കുറയ്ക്കാനായിട്ട് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.